നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 5 കിലോ വളരെ ഹെൽത്തി ആയിട്ട് 3 മീൽ ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് കുറയ്ക്കാം. വളരെ ഹെൽത്തി ആയിട്ട് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 3 നേരവും നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. 5 കിലോ കുറയ്ക്കാൻ വേണ്ടി 10 ദിവസമാണ് നിങ്ങൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്. അതിൽ രണ്ടാമത്തെ ഡയറ്റ് പ്ലാനാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഡയറ്റ് പ്ലാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ അത് കണ്ടിട്ട് ഇതിലോട്ട് വരൂ കേട്ടോ. ഓരോ ഡയറ്റ് പ്ലാനും നിങ്ങൾക്ക് 2 ദിവസമാണ് ഫോളോ ചെയ്യേണ്ടത്. 3-ാമത്തെ ദിവസം അതിൻ്റെ ന്യൂ വീഡിയോ വരും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഡയറ്റ് പ്ലാൻ വരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ 3-ാമത്തെ ഡയറ്റ് പ്ലാൻ വരും. സോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ഇത് വീഡിയോയ്ക്ക് റീച്ച് കിട്ടിയാലാണ് നിങ്ങൾക്ക് 3-ാമത്തെ ഡയറ്റ് പ്ലാൻ വേണം എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറ്റിലോട്ട് കിടക്കാം. അതിനു മുൻപ് ഞാൻ ഗ്രീൻ ടീയെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. ഒരുപാട് പേര് ഇടയിൽ ഒരു ഗ്രീൻ ടീ കുടിക്കാമോ, ബ്ലാക്ക് ടീ കുടിക്കാമോ, ബ്ലാക്ക് കോഫി കുടിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 ഗ്രീൻ ടീ, 2 ബ്ലാക്ക് കോഫി, 2 ബ്ലാക്ക് ടീ വരെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഗ്രീൻ ടീ എടുക്കുമ്പോൾ അതിൻ്റെ കാലറി ഏകദേശം 0 to 2 കാലറിയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ ഹണി ചേർത്തിട്ടാണ് കഴിക്കുന്നത് എങ്കിൽ 1 ടീസ്പൂൺ ഹണി കഴിക്കുമ്പോൾ അത് 21 കാലറിയാണ്. 1 ടേബിൾ സ്പൂൺ ഹണിയാണ് എടുക്കുന്നതെങ്കിൽ 64 കാലറിയാണ്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഷുഗർ എന്ന് പറയുന്നത് വൈറ്റ് ഷുഗറിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഹെൽത്തി ആണെന്നാണ്. റോങ് ആണത്. എല്ലാ ഷുഗറും ഷുഗർ തന്നെയാണ്. ഓക്കെ, കാലറിയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതേപോലെ ന്യൂട്രീഷൻ വാല്യൂ പോളിഷ്ഡ് ഷുഗറിനേക്കാൾ ബെറ്ററാണ് ഡേറ്റ് സിറപ്പിലും ഹണിയിലും ജാഗറിയിലും എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഷുഗർ തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. 2 ഡേറ്റ്സ് ഇതിൻ്റെ കൂടെ കഴിക്കുവാണെങ്കിൽ ഒരു ഡേറ്റിൻ്റെ കാലറി 20 ആണ്. 20 into 2 40 കാലറി ഇതിൽ എക്സ്ട്രാ വരും. 40 പ്ലസ് ഒരു ഗ്രീൻ ടീ വിത്തൗട്ട് ഷുഗർ 2 കാലറി, 42 കാലറി. 8 ബദാം എടുക്കാവുന്നതാണ്. ഒരു ബദാമിന് ഏകദേശം 7 കാലറി. 8 എണ്ണം എടുക്കുമ്പോൾ 56 പ്ലസ് 2 കാലറി ഗ്രീൻ ടീയുടെ കൂടെ ആകുമ്പോൾ 58 കാലറി ടോട്ടൽ. നിങ്ങൾക്ക് മോർണിംഗ് ഒരു ഗ്രീൻ ടീ മാത്രം വിത്തൗട്ട് ഷുഗർ കുടിക്കാം. ഈവനിങ് ഒരു ഗ്രീൻ ടീ വിത്ത് 2 ഡേറ്റ്സോ 8 ആൽമണ്ട്സോ കഴിക്കാം. ഡയറ്റിൽ ഇൻക്ലൂഡഡ് ആണ്, ബട്ട് വിത്തൗട്ട് ഷുഗർ. ഡോണ്ട് ആഡ് എനി കൈൻഡ് ഓഫ് സ്വീറ്റ്നർ ഇൻ ഇറ്റ്. ഹണി ചേർക്കരുത്. ഓക്കെ, ഹണി ഞാൻ ചേർത്ത് കാണിച്ചത് നിങ്ങൾക്ക് ഷിവറിങ് വരുന്നു, തലവേദന വരുന്നു, വീഴാൻ പോകുന്നു എന്നൊക്കെ പറയുവാണെങ്കിൽ 1 ടീസ്പൂൺ ഹണി ചേർത്തേക്കും, അത്രയേ ഉള്ളൂ. നോട്ട് എവറി ഡേ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഇഡ്ഡലി, ചട്നി, 1 എഗ്ഗ്, ഹാഫ് ആപ്പിളാണ്. അതിൻ്റെ കാലറി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിർത്തിയിട്ട് കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. 2 ഇഡ്ഡലി, ചട്നി, എഗ്ഗ് ആൻഡ് ഹാഫ് ആപ്പിൾ എടുക്കുമ്പോൾ ടോട്ടൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് 8:30 എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഉള്ളിലോട്ട് ചെന്ന കാലറി 275 കാലറി അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, ഫില്ലിംഗ് അല്ലേ. ഇന്ന് ഫില്ലിംഗ് ഇല്ല എന്നൊന്നും പറയരുത്. അത്രയും റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ്. പിന്നെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ട് വെയിറ്റ് കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് കാണാതിരിക്കുക. യു ഡു വാട്ട് യു വോണ്ട് ടു ഡു. ഓക്കെ, സോ അടുത്ത ലഞ്ചിലോട്ട് കടന്നാലോ? യെസ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ 8:30 എടുക്കുക. ഇൻ ബിറ്റ്വീൻ ഒരു 3.5 hours മിനിമം ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം അടുത്ത ഭക്ഷണം എടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിക്കാം, വിത്തൗട്ട് ഷുഗറാണ്. ആൻഡ് ലഞ്ച് എടുക്കേണ്ടത് ഒരു 1:30 ബിഫോറാണ്. 1:30 മുൻപായിട്ട് ലഞ്ച് എടുക്കുക. ഇനി ലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എല്ലാം 50 grams ആണ്. 50 grams ഓഫ് റൈസ്, 50 grams ഓഫ് സാമ്പാർ, 50 grams ഓഫ് ഗ്രീൻ ബീൻസ് തോരൻ, 50 grams ഓഫ് ഒരു സാലഡ്. സോ ഇതിൻ്റെ എല്ലാം കാലറി ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിറയെ ഫില്ലിംഗ് തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് പോലും നമുക്ക് ഏറ്റവും കുറഞ്ഞ കാലറി മാത്രമേ ഉള്ളിലോട്ട് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? റെഡ് റൈസിന് ആകെ 75 കാലറി വരുന്നുള്ളൂ 50 grams എടുക്കുവാണെങ്കിൽ. സാമ്പാർ ഒരു 45 കാലറി, വെജിറ്റബിൾ സാലഡ് ഒരു 20 കാലറി അറൗണ്ടേ വരുന്നുള്ളൂ അപ്രോക്സിമേറ്റ്ലി. ആൻഡ് ബോയിൽഡ് ഗ്രീൻ ബീൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പച്ച ബീൻസ് ഇല്ലേ, അത് നല്ലൊരു ഭക്ഷണമാണ് കേട്ടോ. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നല്ലൊരു ഭക്ഷണമാണ് ഗ്രീൻ ബീൻസ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചാൽ നമുക്ക് നല്ലോണം ഫില്ലിങ്ങും തരും. കാലറി വളരെ കുറച്ച് മാത്രമേ ഉള്ളിലോട്ട് ചെല്ലുള്ളൂ. അതൊരു 17 to 20 കാലറി മാത്രമേ ഉള്ളൂ ഒരു കപ്പ്. അതായത് ഒരു 50 grams ഓഫ് ഗ്രീൻ ബീൻസ് ബോയിൽഡ് എടുക്കുകയാണെങ്കിൽ അതുകൂടി ചേർത്ത് നിറയെ ഭക്ഷണം കഴിച്ചതുപോലെ ഫീല് വരുന്നുണ്ടെങ്കിലും ഏകദേശം 160 കാലറി, അതായത് 200 കാലറിയുടെ ബിലോ മാത്രമേ ഉള്ളിലോട്ട് പോയിട്ടുള്ളൂ. ഇനി ഒബ്വിയസ്ലി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ഈ 50 grams റൈസിന് പകരം എന്തെടുക്കാം? 2 ആട്ടദോശ എടുക്കാം, വളരെ ഹെൽത്തിയാണ്.
2 നൈസ് ചപ്പാത്തി എടുക്കാം. പക്ഷെ ചപ്പാത്തിയേക്കാൾ ബെറ്ററായിട്ട് ആട്ടദോശയാണെന്ന് ഞാൻ പറയും. ആൻഡ് ആട്ടദോശയല്ല, ചപ്പാത്തി വലുതാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ ഒരെണ്ണം മാത്രം എടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫില്ലിംഗ് തരുന്ന നല്ലൊരു ലഞ്ചാണ്. ടോട്ടൽ കാലറി ഞാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി. കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു കമൻ്റ് ഇട്ട് വെച്ചേക്കണം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ബിറ്റ്വീൻ എന്തെടുക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രീൻ ടീ വിത്ത് 2 ഡേറ്റ്സോ 8 ബദാമോ എടുക്കാൻ ഇവിടെയാണ് സമയം. ഓക്കെ, ഈ ഒരു സമയത്ത് നമുക്ക്, അതായത് ഒരു 3 മണി ടു 4 മണിയുടെ ഉള്ളിൽ ഒരു സ്നാക്കിംഗ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്, ഒരു ക്രേവിങ് തോന്നുന്നുണ്ടെങ്കിൽ ലിമിറ്റ് ചെയ്തിട്ട് ഫുഡ് എടുക്കുക. ഒരു ഗ്രീൻ ടീ ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കോഫി എടുക്കുക 4 മണിക്ക് മുൻപായിട്ട്. അതിൻ്റെ കൂടെ 2 ഡേറ്റ്സ് അല്ലെങ്കിൽ 8 ബദാം. ഓക്കെ, ഇനഫ് വെള്ളം കുടിക്കുക. പകൽ ഉറങ്ങാതിരിക്കുക. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഡൈജഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഡൈജഷൻ വളരെ സ്ലോ ആണ്. ആ സമയത്ത് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഡൈജഷൻ നടക്കുന്നില്ല. എഴുന്നേറ്റ ഉടനെ വീണ്ടും ഗ്രീൻ ടീ ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വീണ്ടും കഴിക്കും. അത് ദഹിക്കുന്നതിന് മുൻപ് അടുത്ത ഭക്ഷണവും കഴിക്കും. സോ ഭക്ഷണം ഇങ്ങനെ ക്യൂലായിരിക്കും, ഡൈജഷൻ നടക്കാതെ. അപ്പം അങ്ങനെ ചെയ്യരുത്. ഉറങ്ങരുത് പകൽ. ആൻഡ് അതിനുശേഷം ഗ്രീൻ ടീ ഒക്കെ എടുത്തതിന് ശേഷം കുറച്ച് സമയം വീണ്ടും കൊടുത്തൊരു 7 മണിക്ക് മുൻപായിട്ട് ഡിന്നർ എടുക്കുക. 7 PM ബിഫോറായിട്ട് ഡിന്നർ എടുക്കുക. വെള്ളം ധാരാളം കുടിക്കുക. 6 മണിക്ക് മുൻപായിട്ട് ഒരു 2 ലിറ്ററോളം വെള്ളം കുടിക്കുക. പിന്നെ ദാഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെയും കുടിക്കുക. അപ്പോൾ ഇനി ഡിന്നർ ഓപ്ഷനായിട്ട് എന്തൊക്കെയാണുള്ളത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സ് സൂപ്പ് എടുക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സാലഡ് എടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കാണിക്കുന്നത് ചണ സാലഡാണ്, ചിക്ക് പീ സാലഡാണ്. ബോയിൽഡ് ചിക്ക് പീ 50 അല്ലെങ്കിൽ 75 to 80 ഗ്രാംസ് എടുക്കാം. ഒരു 100 ഗ്രാംസിൻ്റെ സാലഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 50 മുതൽ 80 ഗ്രാംസ് വരെ നിങ്ങൾക്ക് ചിക്ക് പീ എടുക്കാം. ഒരു 131 കാലറി മാത്രമേ ആവുന്നുള്ളൂ അപ്രോക്സിമേറ്റ്ലി. ആൻഡ് റോ വെജിറ്റബിൾസ്, ഹെർബ്സ്, അതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെർബ്സ് ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. അതൊരു 12 കാലറി മാത്രമേ വരുന്നുള്ളൂ. ടോട്ടൽ കാലറി 100 ഗ്രാം ചിക്ക് പീ സാലഡിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 145 കാലറിയാണ് വരുന്നത്. അടിപൊളി ഡിന്നറാണ്. ചിക്ക് പീ സാലഡിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ചിക്ക് പീ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ സാലഡിന് ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നത്. നിങ്ങൾക്കതിൽ ലെമൺ സ്ക്വീസ് ചെയ്യാം, വേണമെങ്കിൽ കുറച്ച് ചാറ്റ് മസാല ആഡ് ചെയ്യാം. സോൾട്ട് ഓവറായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, അത് വാട്ടർ റിട്ടൻഷൻ, നൈറ്റിൽ സോൾട്ട് ഓവറായിട്ട് കഴിച്ചാൽ ചിലപ്പോൾ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കും. സോ ഹെൽത്തി ആയിട്ടുള്ള 3 ഭക്ഷണങ്ങൾ, അതിൻ്റെ കൂടെ ഒരു സ്നാക്കിംഗ് കൂടി ഞാൻ പറഞ്ഞു തന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനാണ്. കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം 1/2 കിലോ വെച്ച് കുറച്ചെടുക്കാൻ സാധിക്കും. സോ നമ്മുടെ സെക്കൻഡ് ഡയറ്റും വന്നു കഴിഞ്ഞു. ഫസ്റ്റ് ഡയറ്റ് വീണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടേക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നിങ്ങൾ 2 നേരം വർക്കൗട്ട് ചെയ്യണം. ഏത് വർക്കൗട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ ഈ കാണുന്ന ID യിലോട്ട് എനിക്ക് മെസ്സേജ് ഇട്ടേക്കുക. അപ്പോൾ താങ്ക് യു. ബൈ ബൈ.